ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ പ്ലേറ്റും അതിൻ്റെ മൂവ്മെൻറ്റും പഠിച്ചു. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പെർസ്പെക്റ്റീവ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻ്റ് ആണ്. നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ പഠിച്ചതാണ്. എല്ലാ രാജ്യങ്ങൾക്കും ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റും ഉണ്ട്. അതായത് ഒരു രാജ്യം ഭൂപടത്തിൽ എവിടെ മുതൽ എവിടെ വരെ സിറ്റുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റ് ആദ്യം നമുക്ക് നോക്കാം. നമുക്കിവിടെ മെയിൻ ലാൻഡിൻ്റെ എക്സ്റ്റൻ്റാണ് നോക്കാനുള്ളത്. ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നമുക്കറിയാം 8°4' മുതൽ 37°6' നോർത്ത് വരെയാണ് ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ കംപ്ലീറ്റ്ലി സിറ്റുവേറ്റ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി വേൾഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോർത്ത് ആയിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യൻ മെയിൻ ലാൻഡിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 8°4' നോർത്ത് തുടങ്ങി 37°6' നോർത്ത് വരെയാണ്. ഇനി ഐലൻഡും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6°45' തുടങ്ങി 37°6' നോർത്ത് വരെയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനാണ്. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ പറയുമ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഗുജറാത്താണ്, ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് അരുണാചലാണ്. അപ്പോൾ അവരുടെ എക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത് 68°7' ഈസ്റ്റ് മുതൽ 97°25' ഈസ്റ്റ് വരെയാണ്. എന്തുകൊണ്ട് ഈസ്റ്റ് വരുന്നത്? കാരണം ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇത് കാണാപ്പാടം പഠിച്ചേ പറ്റൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഐലൻഡ് ആണെങ്കിൽ 6°45' നോർത്ത് ടു 37°6' നോർത്ത് വരെയാണ്. അല്ല ഇന്ത്യൻ മെയിൻലാൻഡ് ആണ് നോക്കുന്നതെങ്കിൽ 8°4' നോർത്ത് ടു 37°6' നോർത്ത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ 68°7' ഈസ്റ്റ് തുടങ്ങി 97°25' ഈസ്റ്റ് വരെയാണ്. ഓക്കെ, ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏരിയ, ഇന്ത്യയുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, അതായത് 32,87,263 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. അറൗണ്ട് 32 lakhs ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. 32,87,263 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ 7th ലാർജസ്റ്റ് നേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ നേഷൻ എന്ന് പറയുന്നത് റഷ്യയാണ്. ഇന്ത്യയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7th ലാർജസ്റ്റ് നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ആദ്യത്തെ 7 നേഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കും ഏതൊക്കെയാണ് ആദ്യത്തെ നേഷൻസ് എന്ന്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. തന്നിരിക്കുന്ന രാജ്യങ്ങളെ അവരുടെ ലാൻഡ് ഏരിയ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ അറേഞ്ച് ചെയ്യും? അപ്പോൾ എല്ലാവർക്കും ഉള്ള ചെറിയൊരു അസൈൻമെൻറ്റാണ് ഇന്ന്. എല്ലാവരും ആ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ ലാർജസ്റ്റ് 6 നേഷൻസ് ഏതൊക്കെയാണെന്ന് പറയുക. 7ാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, 6 ഏതൊക്കെയാണ് എന്നൊന്ന് പറയുക. ഇനി വേൾഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ 2.4% ആണ്. ഇപ്പം മെയിൻസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2023 ഈ വർഷം നമ്മൾ പറയുന്നത് ഈ ചൈനയുടെ പോപ്പുലേഷനെ സർപ്പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യമായി ഇന്ത്യ മാറും. പക്ഷേ അത്രയും പോപ്പുലേഷൻ ഉൾക്കൊള്ളാൻ വേണ്ട ലാൻഡ് ഏരിയയും റിസോഴ്സസും ഇന്ത്യക്കുണ്ടോ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ പറ്റിയൊരു
ഇൻട്രോഡക്ഷനാണ് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് ലാൻഡ് മാസിൻ്റെ വെറും 2.4% മാത്രമാണ്. അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ കൂടിയാൽ അത് ഇന്ത്യക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇന്ത്യയുടെ എക്സ്റ്റൻഷൻസ് ആണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിഗ്മാലിയൻ പോയിന്റ് അഥവാ ഇന്ദിര പോയിന്റ് ആണ്. ഇത് ഇരിക്കുന്നത് ആക്ച്വലി നിക്കോബാർ ഐലൻഡ്സിലാണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിഗ്മാലിയൻ അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് ആണ്. അത് ഇരിക്കുന്നത് ആക്ച്വലി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലെ നിക്കോബാർ ഐലൻഡ്സിലാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോളാണ്. ഇപ്പം മാറിപ്പോയത് ഇന്ദിര പോയിന്റ് നോർത്തും ഇന്ദിര പോയിന്റ് സൗത്തും ഇന്ദിര കോള് നോർത്തിലുമാണ് മാറിപ്പോയത്. ഇന്ദിര കോൾ നോർത്തേൺ മോസ്റ്റ് അതിരിക്കുന്നത് പണ്ട് കാശ്മീർ എന്നാണ് പറയുന്നത്, ഇപ്പോൾ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലാണ്, ലഡാക്കിലാണ് അത് ഇരിക്കുന്നത്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ്, വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാ? ഗുജറാത്തിലെ ഗുവർമോത്തയാണ് ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് കിബീതു ആണ്. അത് അരുണാചൽ പ്രദേശിലാണ് കിബീതു. അതാണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് നിക്കോബാർ ഐലൻഡ്സിലാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ലഡാക്കിലാണ് ഇന്ദിര കോള്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുജറാത്തിലാണ് ഗുവർമോത്ത. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് അരുണാചൽ പ്രദേശിലാണ് കിബീതു. ഇനി ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ്, മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള എക്സ്റ്റെൻഡ്, ലഡാക്ക് തുടങ്ങി കന്യാകുമാരി, അത് 3214 കിലോമീറ്റേഴ്സ് ആണ്. എന്നാൽ ഇന്ത്യയുടെ ഈസ്റ്റ് ടു വെസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 2933 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് ആണോ സദേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് ആണോ, ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡ് ആണോ ഇന്ത്യക്ക് കൂടുതൽ എന്ന് ചോദിക്കും. ഇന്ത്യക്ക് കൂടുതൽ ഏതാ? നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ആണ്. ഇന്ത്യക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് വരുന്നത് നോർത്ത് ടു സൗത്തിലോട്ടാണ്. അത് ഏകദേശം 3214 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതിലും കുറവാണ് ഇന്ത്യയുടെ വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അത് 2933 കിലോമീറ്റേഴ്സ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ്, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോള് കാശ്മീരിൽ, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവർമോത്ത ഗുജറാത്ത്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബീതു ഇൻ അരുണാചൽ. ഇനി നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് 3214 കിലോമീറ്റേഴ്സ് ആണ്. ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 2933 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡിനേക്കാളും കൂടുതലുണ്ട് ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഇന്ത്യയുടെ മിഡിലൂടെയാണ്. ഏകദേശം ഇന്ത്യയെ പകുതിയാക്കിക്കൊണ്ടാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. UPSC ചോദിക്കുന്നത് സാധാരണ ഇങ്ങനെയാണ്: ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ 6 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ 7 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ 8 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ സാധാരണഗതിയിൽ എക്സാം ഹോളിൽ പോയി എണ്ണും 1, 2, 3, 4 അങ്ങനെ എണ്ണരുത്. എണ്ണാന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അപ്പോൾ അത് പഠിച്ചു വെച്ച് വെക്കുക. ഇന്ത്യയിൽ 8 സ്റ്റേറ്റുകളിൽ കൂടെയാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ 8 സ്റ്റേറ്റുകൾ? നിങ്ങൾക്ക് ഇവിടെ കാണാം: ഗുജറാത്ത്, രാജസ്ഥാൻ്റെ ചെറിയൊരു പോർഷനിൽ കൂടെ കടന്നു, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സ്റ്റേറ്റിലൂടെയാണ് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. കൃത്യമായിട്ട് പഠിക്കുക. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പോൾ കയ്യിലുള്ള അറ്റ്ലസ് എടുക്കുക, അറ്റ്ലസ് തുറന്ന് മാർക്ക് ചെയ്യുക. 8
8 സ്റ്റേറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 7 സ്റ്റേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണ്ണാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം എന്ത് ചെയ്യും? നമ്മുടെ സമയം മൊത്തം പോയി കിട്ടും. സമയം കളയരുത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഏകദേശം മിഡിലൂടെയാണ് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. UPSC മുൻപ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആഫ്രിക്കയുടെ മിഡിലൂടെയാണ് ഇക്വേറ്റർ കടന്നു പോകുന്നത്. അപ്പോൾ UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആഫ്രിക്കയ്ക്ക് ലാൻഡ് മാസ് കൂടുതൽ ഇക്വേറ്ററിൻ്റെ മുകളിലാണ്. ഇക്വേറ്ററിൻ്റെ സൗത്തിനേക്കാളും കൂടുതൽ ലാൻഡ് മാസ് ആഫ്രിക്കയിൽ കൂടുതൽ വരിക ആഫ്രിക്കയുടെ നോർത്തിലാണ്. ശരിയോ തെറ്റോ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. ആഫ്രിക്കയുടെ ഏകദേശം മിഡിലൂടെയാണ് ഇക്വേറ്റർ കടന്നു പോകുന്നത്. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ആഫ്രിക്കയുടെ ഇക്വേറ്ററിന് മുകളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് സൗത്തിലുള്ള പോർഷനേക്കാളും കൂടുതലാണ്. ശരിയോ തെറ്റോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആഫ്രിക്ക ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ആഫ്രിക്ക എന്ന ലാൻഡ് മാസ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ മിഡിലൂടെയാണ് ഇക്വേറ്റർ കടന്നു പോകുന്നതെങ്കിൽ ഇവിടെ നോർത്തിലായിരിക്കും എന്ത് കൂടുതൽ? ലാൻഡ് മാസ് കൂടുതൽ. അപ്പോൾ ആഫ്രിക്കയ്ക്ക് ഇക്വേറ്ററിൻ്റെ മുകളിലാണ് ലാൻഡ് മാസ് കൂടുതൽ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുകയാണ്. ഇന്ത്യയുടെ കേസിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണോ ക്യാൻസറിന് താഴെയായിട്ടാണോ ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലാണോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് താഴെയാണോ ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ വരിക? എല്ലാവരും കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ വരിക ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലാണ്. നോർത്തിലാണ് ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ വരിക. സൗത്തിൽ അത്രയും ലാൻഡ് മാസ് വരില്ല. കാരണം എന്താ? ഏകദേശം 22 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇത് ഏകദേശം 22 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. 22 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വെച്ച് ഇന്ത്യ ടേപ്പർ ചെയ്യാൻ തുടങ്ങും, ഇന്ത്യ ചുരുങ്ങാനായിട്ട് തുടങ്ങും. എന്നാൽ അതേസമയം ഇവിടെ ഗുജറാത്തിൻ്റെ ഭാഗം, നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ കാശ്മീരിൻ്റെ ഭാഗം, ഇവിടെയൊക്കെ ഇന്ത്യക്ക് അത്യാവശ്യം ലാൻഡ് മാസ് ഉണ്ട്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണ് ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ താഴെ ഇന്ത്യക്ക് ലാൻഡ് മാസ് കുറവാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അതായത് ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് താഴെയുള്ള ലാൻഡ് മാസിൻ്റെ ഏകദേശം ഇരട്ടിയോളം വരും. അതായത് ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നോക്കിക്കോ. ദ ടെമ്പറേറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ കിടക്കുന്ന ഭാഗം, ടെമ്പറേറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ നോർത്ത് ഓഫ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് ട്വൈസ് ആസ് ദി ഏരിയ ഓഫ് ട്രോപ്പിക്കൽ പാർട്ട്. അതായത് ഇന്ത്യയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ താഴെ കിടക്കുന്ന ഭാഗത്തേക്കാൾ ഏകദേശം ഇരട്ടിയാണ്. ഏകദേശം ഇരട്ടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ താഴെ കിടക്കുന്ന ഭാഗത്തിനേക്കാളും ഏകദേശം ഇരട്ടിയാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമ്മൾ കുത്താൻ ചാൻസ് കുറവാണ്, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അതായത് UPSC മുൻപ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി ഏത്? UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി, അത് റിവർ കോങ്കോയാണ്. കോങ്കോ റിവർ ആഫ്രിക്കയിലെ നദിയാണ് റിവർ കോങ്കോ, അല്ലെങ്കിൽ നമുക്ക് പറയാം റിവർ സെയ്ർ. അതിൻ്റെ തന്നെ വേറൊരു പേരാണ് റിവർ സെയ്ർ അല്ലെങ്കിൽ റിവർ കോങ്കോയാണ് ഇക്വേറ്ററിന് 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി. അതുപോലെ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി, അത് റിവർ മാഹിയാണ്. മാഹി റിവറാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി. അതിങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ മാഹി റിവറാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി. അപ്പോൾ ഇക്വേറ്ററിനെ കട്ട് ചെയ്ത് ഒഴുകുന്നത് ആരാണ്? നമ്മുടെ റിവർ കോങ്കോ അല്ലെങ്കിൽ റിവർ സെയ്റാണ്. മാഹി റിവറാണ്
ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി. ഇനി ഇവിടെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കണം, അതായത് ഇക്വേറ്ററിനോട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിറ്റി ഏതാണ്? അത് ഉദയ്പൂരാണ്. ഉദയ്പൂർ ത്രിപുരയിലെ ഉദയ്പൂരാണ്, രാജസ്ഥാനിലെ അല്ല. രാജസ്ഥാനിലൊരു ഉദയ്പൂരുണ്ട്, അതല്ല. ത്രിപുര എന്ന സ്റ്റേറ്റിലെ ഉദയ്പൂർ എന്ന സിറ്റിയാണ് ഇക്വേറ്ററിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ്, നമ്മൾ പറഞ്ഞു 8 സ്റ്റേറ്റുകൾ: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. അടുത്തതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ. ഇത് നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിച്ചതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ അതായത് ഏകദേശം ഇന്ത്യയുടെ മിഡിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈനായിട്ട് എടുത്തേക്കുന്നത്. അത് 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡാണ്. ഇന്ത്യയുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ ആയി നമ്മൾ കണക്കാക്കുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡാണ്. അത് ഏകദേശം ഇന്ത്യയുടെ മിഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റിലൂടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ കടന്നു പോകുന്നത്? അപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. 5 സ്റ്റേറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. തെലങ്കാനയിലൂടെ കടന്ന് പോകുന്നില്ല. പരീക്ഷയ്ക്ക് തരികയാണെങ്കിൽ തെലങ്കാന കിട്ടും. തെലങ്കാനയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്ര. അവിടെ എന്തില്ല? അവിടെ തെലങ്കാന ഇല്ല എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ ഗുജറാത്തും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ അരുണാചൽ പ്രദേശും തമ്മിൽ ഏകദേശം 2 ഹവേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ ഗുജറാത്തും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ നമ്മുടെ അരുണാചലും തമ്മിൽ ഏകദേശം 2 ഹവേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷനാണോ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ടെമ്പറേറ്റ് നേഷനാണോ? അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 to 23.5 നമ്മൾ ട്രോപ്പിക്സ് എന്ന് വിളിക്കുക. അതുപോലെ 23.5 ഡിഗ്രി തുടങ്ങി 66.5 ഡിഗ്രി വരെ ഉള്ളതിനെയാണ് നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്ന് വിളിക്കുക. 0 to 23.5 വരെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ട്രോപ്പിക്സ് എന്നും 23.5 തുടങ്ങി 66.5 വരെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്നുമാണ് വിളിക്കുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രിയാണ്. ഇതിൻ്റെ താഴോട്ട് ഈ കാണുന്ന സ്ഥലം ട്രോപ്പിക്കൽ റീജിയനാണ്. എന്നാൽ ഇതിന് മുകളിലോട്ടുള്ള സ്ഥലം ടെമ്പറേറ്റ് റീജിയനാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ട്രോപ്പിക്കൽ റീജിയനും ഉണ്ട്, ടെമ്പറേറ്റ് റീജിയനും ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ഭാഗം ട്രോപ്പിക്കലാണ്, നോർത്ത് ഇന്ത്യൻ ഭാഗം ടെമ്പറേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, ഇന്ത്യ ട്രോപ്പിക്കൽ നേഷനാണോ ടെമ്പറേറ്റ് നേഷനാണോ, അല്ലെങ്കിൽ ഇന്ത്യ ഇത് രണ്ടും കൂടെ ചേരുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് നോക്കിക്കേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു മെയിൻസ് ക്വസ്റ്റ്യനാണ്. മെയിൻസിൽ ഇങ്ങനെ തന്നെ ചോദിക്കും, ഇന്ത്യയുടെ മിഡിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു. എന്നിരുന്നാലും ഇന്ത്യയെ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രോപ്പിക്കൽ നേഷനായിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ മിഡിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതെങ്കിലും ഇന്ത്യയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യ ഈസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് എ ട്രോപ്പിക്കൽ കൺട്രി. എന്തുകൊണ്ട്? ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 റീസൺസ് എഴുതണം. അതിന് ഫിസിക്കൽ റീസൺസും ഉണ്ട്,
കൾച്ചറൽ റീസൺസും ഉണ്ട്. ഫിസിക്കൽ റീസൺസ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ റീസൺ ആണ്. ജോഗ്രഫിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇന്ത്യയുടെ ക്ലൈമറ്റ്. അതായത് ഇന്ത്യയുടെ ക്ലൈമറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂൺ ക്ലൈമറ്റ് ആണ്. മൺസൂൺ ട്രോപ്പിക്കൽ നേഷൻസിൻ്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വരുന്നത്? ഒന്നാമത്തെ കാരണം ഹിമാലയാസ് ആണ്. അതായത് ഇതാണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ ഭാഗത്തായിട്ട് ഹിമാലയാസ് കിടക്കുന്നുണ്ട്. ഹിമാലയാസ് സബ്പോളാർ റീജിയനിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡിനെ തടഞ്ഞു നിർത്തും. അതുവഴി ഇന്ത്യയിലൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അതായത് ഹിമാലയാസ് നോർത്തേൺ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സബ്പോളാർ റീജിയനിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡിനെ ഇന്ത്യയിലോട്ട് കയറാതെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ടെമ്പറേറ്റ് കാലാവസ്ഥ അനുഭവപ്പെടാത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ നിൽക്കുന്ന ഹിമാലയാസ് മൺസൂണൽ വിൻഡിനെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലോട്ടും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലോട്ടും കടത്തിയിരുന്നു. അതുവഴി മൺസൂണൽ റെയിൻഫോള് ക്രിയേറ്റ് ചെയ്യുന്നു. അതേസമയം തന്നെ വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ഇന്ത്യയുടെ സൈഡിൽ വെസ്റ്റേൺ ഗാർഡ് ഉണ്ട്. അവരും മൺസൂണൽ വിൻഡിനെ തടഞ്ഞു നിർത്തി ഇവിടെ വെസ്റ്റേൺ സൈഡിൽ മഴ പെയ്യിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റീസൺ മഴയാണ്. അതായത് മഴ ആരാണ് പെയ്യിക്കുന്നത്? ഹിമാലയാസ് മൺസൂണൽ വിൻഡിനെ തടഞ്ഞു നിർത്തി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലും നോർത്ത് ഈസ്റ്റിലും മഴ പെയ്യിക്കുന്നു. വെസ്റ്റേൺ ഗാർഡ് വെസ്റ്റേൺ സൈഡിൽ മഴ പെയ്യിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷനാണ്. ട്രോപ്പിക്കൽ നേഷൻ്റെ സ്വഭാവമാണ് റെയിൻഫോൾ. അപ്പോൾ ഇന്ത്യയിൽ കാര്യമായിട്ട് ശൈത്യം അല്ലെങ്കിൽ വിൻ്റർ അനുഭവപ്പെടാറില്ല. കാരണം എന്താ? ഹിമാലയ സബ്പോളാർ റീജിയനിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡിനെ ഇന്ത്യയുടെ ഉള്ളിലോട്ട് കടത്തി വിടാതിരിക്കും. എന്നാൽ അതേസമയം അത് മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് കൾച്ചറൽ റീസൺസ് ആണ്. കൾച്ചറൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് അതനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീടുകൾ, സെറ്റിൽമെൻറ്റ്സ്, നിങ്ങൾക്കറിയാം വിൻ്റർ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടൻ, കാനഡ പോലുള്ള രാജ്യങ്ങൾ. ടെമ്പറേറ്റ് റീജിയൻസ് യൂറോപ്യൻ നേഷൻസിലോട്ട് നോക്കിയാൽ അവരുടെ വീടുകളെല്ലാം തന്നെ മരം അല്ലെങ്കിൽ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വുഡാണ്. പക്ഷെ നമ്മുടെ വീടുകളൊക്കെ എങ്ങനെയാണ്? കോൺക്രീറ്റ് ആണ്. ആക്ച്വലി വുഡ് ഹൗസസ് ടെമ്പറേറ്റ് റീജിയൻ്റെ പ്രത്യേകതയാണ്. ട്രോപ്പിക്കൽ റീജിയനിലാണ് ബ്രിക്സ് വെച്ച് വീട് പണി കഴിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഡിസീസസ്, അസുഖങ്ങൾ. അതായത് ഇന്ത്യയിൽ കാണുന്ന ഡിസീസസ് പോളിയോ, ഡെങ്കു, ചിക്കൻ ഗുനിയ, അതുപോലെ ഡയേറിയ, ഇത്തരം ഡിസീസസ് എല്ലാം ട്രോപ്പിക്കൽ ഡിസീസ് എന്നാണ് പറയുക. WHO ഡിസീസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ WHO ഒരു ക്ലാസിഫിക്കേഷനാണ് ട്രോപ്പിക്കൽ ഡിസീസസ്. അത്തരം ട്രോപ്പിക്കൽ ഡിസീസുകളെല്ലാം തന്നെ ഇന്ത്യയിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് ഡിസീസ് വൈസ് നോക്കിയാലും ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷൻ ആണ് എന്നതാണ്. ഇനി അഗ്രികൾച്ചറൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്താണ്? അത് റൈസ് ആണ്. എന്നാൽ ടെമ്പറേറ്റ് നേഷൻസിൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് വീറ്റ് ആയിരിക്കും. ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആണ്. അതേസമയം ടെമ്പറേറ്റ് നേഷൻസിൻ്റെ, യൂറോപ്യൻ നേഷൻസിൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് വീറ്റ് ആയിരിക്കും. ഇന്ത്യയിൽ വീറ്റ് ഉണ്ട്, പക്ഷെ വീറ്റിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ റൈസാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഖാരിഫ് ക്രോപ്പുകളാണ്. ഖാരിഫ് ക്രോപ്സ് ട്രോപ്പിക്കൽ നേഷൻസിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അതേസമയം ടെമ്പറേറ്റ് നേഷൻസിലാണെങ്കിൽ റാബി ക്രോപ്സ് ആണ് കൂടുതൽ കൃഷി ചെയ്യുക. ഇന്ത്യയിൽ ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഖാരിഫ് ക്രോപ്പുകളാണ്. അത് കാണിക്കുന്നത് ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷൻ ആണ് എന്നതാണ്. ഇനി നമ്മുടെ എക്കണോമിക്കൽ ആക്ടിവിറ്റി. ഇന്ത്യയിൽ 49% വരുന്ന ജനങ്ങളും പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ യൂറോപ്യൻ നേഷൻസ് അഥവാ ടെമ്പറേറ്റ് നേഷൻസിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും കൂടുതൽ. പക്ഷേ നമുക്ക് നേരെ തിരിച്ചാണ്. നമ്മൾ പ്രൈമറി എക്കോണമിയാണ്, അഗ്രികൾച്ചറിനെയാണ്
എന്ത് ചെയ്യുന്നത് 49% വരുന്ന ജനങ്ങളും ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കിയാലും ഇന്ത്യ എന്താണ്, ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷനാണ്. ഇനി നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് കോട്ടനാണ്. കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ട്രോപ്പിക്കൽ നേഷൻസ് ആണ്. ടെമ്പറേറ്റ് നേഷൻസ് ആണെങ്കിൽ അവർ വൂളൻ ക്ലോത്ത്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ കൾച്ചറൽ ജോഗ്രഫിക്കൽ റീസൺസിൽ സെറ്റിൽമെൻറ്റ്, ഡിസീസസ്, അഗ്രികൾച്ചർ, എക്കണോമിക് ആക്ടിവിറ്റീസ്, ഈവൻ ക്ലോത്ത്സ് വരെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ഈവൻ ദോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് പാസിംഗ് ത്രൂ ദി മിഡിൽ ഓഫ് ഇന്ത്യ, സ്റ്റിൽ ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് എ ട്രോപ്പിക്കൽ നേഷൻ, വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ റീസൺസ് ആദ്യം പറയണം, അതിൽ ക്ലൈമറ്റിനെ കുറിച്ച് പറയണം, അതിനുശേഷം കൾച്ചറൽ റീസണിലോട്ട് വരാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഇന്ത്യയുടെ ബോർഡറിങ് നേഷൻസ് ആണ് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, അതുപോലെ തന്നെ നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ നമ്മളുമായി അതിർത്തി പങ്കിടുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ നെയ്ബറാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മാപ്പുകളിൽ POK പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ വെബ്സൈറ്റുകളിൽ, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ POK ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ നെയ്ബറായിട്ട് വരും. അപ്പോൾ ഇന്ത്യയുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന, ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 7 രാജ്യങ്ങളാണ് ഉള്ളത്: ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇത് കൂടാതെ ഇന്ത്യൻ ഓഷ്യനിലായി നമുക്ക് 2 നെയ്ബേഴ്സ് വരും. അവരാണ് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. മാൽദീവ്സും ശ്രീലങ്കയും അത് ഓഷ്യനിലുള്ള നമ്മുടെ നെയ്ബേഴ്സാണ്. അപ്പോൾ ഇന്ത്യയുമായി ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നേഷൻ ഏതാണ്? അത് ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. അത് കഴിഞ്ഞാൽ ചൈനയാണ്, അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ദെൻ നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് ലാൻഡ് ബൗണ്ടറി പങ്കിടുന്ന നേഷൻ അത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ പ്രിലിംസ് എക്സാമിന് നല്ലൊരു ക്വസ്റ്റ്യനാണ്. തന്നിരിക്കുന്ന നേഷൻസിനെ ഇന്ത്യയുമായി ലാൻഡ് ബൗണ്ടറി പങ്കിടുന്നതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അസെൻഡിങ് ഓർഡർ എന്നാൽ കൂടി വരുന്ന ക്രമത്തിൽ. അപ്പോൾ ഏറ്റവും കുറവ് ലാൻഡ് ബൗണ്ടറി ഉള്ള ആളുകൾ ആദ്യം എഴുതേണ്ടത് അഫ്ഗാനിസ്ഥാൻ ആദ്യം എഴുതണം, അത് കഴിഞ്ഞ് ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ അങ്ങനെ എഴുതി പോകണം. എന്നാൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ബംഗ്ലാദേശ് എഴുതണം, അത് കഴിഞ്ഞ് ചൈന, പാകിസ്ഥാൻ, അങ്ങനെ കുറഞ്ഞു വരുന്ന ഓർഡറിൽ എഴുതണം. അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുമായി ലാൻഡ് ബൗണ്ടറി പങ്കിടുന്ന രാജ്യങ്ങളെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. പലരുടെയും വിചാരം ചൈനയാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി പങ്കിടുന്നത്. ചൈനയല്ല, ആരാണ്? ബംഗ്ലാദേശാണ്. അത് കഴിഞ്ഞ് ചൈന, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ. പിന്നെ ഒരു സംശയം വരിക മ്യാൻമർ ആയിരിക്കും. മ്യാൻമറിനേക്കാളും കൂടുതൽ ബൗണ്ടറി നേപ്പാളുമായി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ഫാക്ട്സിൽ നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ തരാം, അതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ബേസിക് ഫാക്ട്സിൽ ഫസ്റ്റ് നോക്കിയത് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ്. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ ഭൂവിസ്തൃതി, ഏരിയ 32,86,263 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് പഠിച്ചു. ഇന്ത്യ 7th ലാർജസ്റ്റ് കൺട്രിയാണെന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനൊരു സാധനം തന്നിട്ടുണ്ട്, അത് കമൻറ്റ് ചെയ്യണം. ആദ്യത്തെ 6 ലോകരാജ്യങ്ങൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ദെൻ ഇന്ത്യൻ ലാൻഡ് മാസ് എന്ന് പറയുന്ന ടോട്ടൽ ലാൻഡ് മാസിൻ്റെ 2.4% ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഏതാണ്? ഇന്ദിരാ കോൾ
ലഡാക്കിലാണ്. സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് നിക്കോബർ ഐലൻഡ്സിലാണ്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവർമോത്ത, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബീത്തു. ഇനി ഇന്ത്യക്ക് നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ആണ് കൂടുതൽ. അത് 3214 3214 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് വെറും 2933 കിലോമീറ്റേഴ്സ് ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ മിഡിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 8 സ്റ്റേറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണ് ഇന്ത്യക്ക് ലാൻഡ് മാസ് കൂടുതൽ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ സൗത്തിനേക്കാളും ഏകദേശം 2 ഇരട്ടി ലാൻഡ് മാസ് കൂടുതലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി, അത് ഏത് നദിയാണ്? മാഹി റിവറാണ്. അപ്പോൾ ഞാൻ ആഫ്രിക്കയുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈനാണ്. അത് കടന്നു പോകുന്നത് 5 സ്റ്റേറ്റുകളിലൂടെയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്ര. ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ ഗുജറാത്തും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ അരുണാചലും തമ്മിൽ ഏകദേശം 2 ഹവേഴ്സിൻ്റെ ഡിഫറൻസ് വരും. ഇനി ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷനാണോ ടെമ്പറേറ്റ് നേഷനാണോ? ഒരു സംശയവും വേണ്ട. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയുടെ മിഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിൽ ട്രോപ്പിക്കൽ പാർട്ടുണ്ട്, ടെമ്പറേറ്റ് പാർട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കൺസിഡർ ചെയ്യപ്പെടുന്നത് ട്രോപ്പിക്കൽ നേഷനാണ്. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ്, ഇന്ത്യയുടെ ക്ലൈമറ്റ്. ആ ക്ലൈമറ്റിന് കാരണം ആരാണ്? ഹിമാലയാസ്. 2 ഇന്ത്യയുടെ സെറ്റിൽമെൻറ്റ്, ഡിസീസസ്, ക്ലോത്തിങ് പാറ്റേൺ, അഗ്രികൾച്ചർ, എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ നേഷനായി കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ നെയ്ബേഴ്സ്, ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി പങ്കിടുന്നത് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഇതുകൂടാതെ ഇന്ത്യക്ക് ഓഷ്യനിൽ 2 നെയ്ബേഴ്സ് വരുന്നുണ്ട്, ശ്രീലങ്കയും മാൽദീവ്സും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടൈമാണ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, അതിനുശേഷം വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഒൺലി 7 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ശരിയാണോ? അല്ല, 8 സ്റ്റേറ്റ്സ് ആണ് നമ്മൾ പഠിച്ചപ്പോൾ ഇത് തെറ്റാണ്. മാഹി റിവർ ഈസ് ദി ഒൺലി റിവർ ഇൻ ഇന്ത്യ ദാറ്റ് കട്ട്സ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. അത് ശരിയാണ്. സാധാരണ ഉള്ളി കണ്ട വെട്ടിടാനാണ് തോന്നുക, വെട്ടിടരുത്. മാഹി റിവറാണ് ഒൺലി റിവർ ദാറ്റ് കട്ട്സ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന ഒരേ ഒരു നദി മാഹിയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 2 only ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരിക. എല്ലാവരുടെയും ആൻസർ ശരിയാണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അറേഞ്ച് ദി ഫോളോയിങ് കൺട്രീസ് ഇൻ അസെൻഡിങ് ആണ്, കൂടി വരുന്ന ക്രമത്തിൽ, ആരോഹണ ക്രമത്തിലാണ്. അസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലെങ്ത് ഓഫ് ലാൻഡ് ബൗണ്ടറി വിത്ത് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ആരാ? ബംഗ്ലാദേശ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ആരാ? അത് കഴിഞ്ഞ് ബംഗ്ലാദേശിനേക്കാളും കുറവാണ് ആർക്ക്? ചൈനയ്ക്ക്. ചൈനയേക്കാളും കുറവാണ് പാകിസ്ഥാനേക്കാളും കുറവാണ് മ്യാൻമർ. മ്യാൻമറിന് ഏറ്റവും കുറവ്. മ്യാൻമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് വരിക? പാകിസ്ഥാനാണ് വരിക. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. ഇപ്പോൾ 2, 3, 1, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. കറക്റ്റ് ഓർഡറാണ്. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും മാറിപ്പോകരുത്. അസെൻഡിങ് ആണ് ഫസ്റ്റ്. അപ്പോൾ ഇതോടുകൂടി ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ആണ് കാണുക. അതിൽ തന്നെ ഹിമാലയാസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഹിമാലയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് എൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചും തീർക്കണം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.